നിങ്ങളുടെ ജോലി കാര്യത്തില് ഫിനാൻഷ്യൽ ലൈഫിൽ ബിസിനസ്സിൽ എന്തോ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട്. ഇതെല്ലാവർക്കും ചിലപ്പോ മുഴുവനെ റെസൊനേറ്റ് ആവുണ്ടാവില്ല. പക്ഷെ ഞാൻ 2-3 സിറ്റുവേഷൻസ് പറഞ്ഞു തരാം. അതെങ്ങനെയാ നിങ്ങളുടെ ലൈഫിൽ റെസൊനേറ്റ് ആവണ വെച്ചാൽ നിങ്ങൾക്കത് നോക്കാം. അപ്പൊ ഞാൻ കാണുന്നത് ഇവിടെ കറണ്ട് എനർജി നിങ്ങളുടെ എന്താച്ചാ, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു ഡിസിഷൻ, ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. 2 of Swords വന്നിരിക്കണു. ഇതൊരു പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണൽ എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഈ തീരുമാനം ഒരു സൈഡിൽ ഒരു പ്രാക്ടിക്കൽ ഡിസിഷൻ ആയിരിക്കും, മറ്റേതൊരു ഇമോഷണൽ തീരുമാനമായിരിക്കും. അപ്പോൾ ചിലവർക്ക് ഇവിടെ ജോലി വിടണോ വേണ്ടേന്നായിരിക്കും ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അതല്ലച്ചാ 2 ജോലി ഓഫേഴ്സ് വന്നിട്ട് എന്താ ചെയ്യണ്ടേന്ന് അതായിരിക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ചിലവർക്ക് ഞാൻ കാണുന്നത് 2 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ ഒരു പ്രാക്ടിക്കൽ ഓപ്ഷനാണ്, കുറെ പൈസ വരും എന്ന് നിങ്ങൾക്കറിയാം. മറ്റേത് എന്താ വെച്ചാൽ ഒരു ഇമോഷണൽ ഓഫറാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ അത്ര പൈസ കിട്ടുമോന്ന് അറിയില്ല, പക്ഷെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റോളാണ്. നിങ്ങൾക്ക് അതൊരു ഇൻക്ലിനേഷൻ ഉണ്ട്, ആ ഒരു ലൈനിൽ പോവാൻ നിങ്ങൾക്ക് ഒരു എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇൻട്രസ്റ്റ് ഇല്ല ഒരു ജോലിയാണ്. ഓക്കെ, ആ ഒരു പ്രൊഫഷനിലാണ് നിങ്ങൾക്ക് ഓഫർ കിട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. ഇത് ഇന്നർ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ മെന്റലി നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാണ്ട് പക്ഷെ ഷുവർ അല്ല നിങ്ങൾ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കറണ്ട് എനർജി. അതല്ലാണ്ട് കറണ്ട് ജോലിയിലും നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങളൊരു ഓൾറെഡി വർക്കിംഗ് ആണെച്ചാൽ ഞാൻ കാണുന്നത് കുറെ കോമ്പറ്റീഷൻ ഉണ്ട്, കുറെ ഓഫീസ് പോളിറ്റിക്സ് ഉണ്ട്. ഓക്കെ, അതും ഒരു ഫാക്ടർ ആയിരിക്കാം. നിങ്ങൾ ജോലി വിടാനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള അതിൻ്റെ കാരണം ഇതായിരിക്കും. കുറെ ഓഫീസ് പോളിറ്റിക്സ് ഉണ്ട്, കുറെ ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ കറണ്ട് ജോലിയിൽ നിങ്ങളുടെ എന്താണ് എക്സാക്ട്ലി പ്രശ്നം, എന്താണ് ബ്ലോക്കേജ്, ഇല്ല കറണ്ട് ബിസിനസ്സിൽ എന്താണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ചിലവര് ഇൻഡിപെൻഡൻ്റ്ലി ബിസിനസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇവിടെ കുറെ ആങ്സൈറ്റി ഉണ്ട്, കുറെ ഫിയർ ഉണ്ട്. മേ ബി ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ടാവില്ല, അറിയില്ല ബിസിനസ് ചെയ്യണത് അത് ശരിയാവോ വർക്കാവോ. അപ്പോൾ അങ്ങനത്തെ ചില പേടി, ചില ആങ്സൈറ്റി ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യണ സിറ്റുവേഷനും അങ്ങനെയാണ്. എല്ലാ സ്ഥലത്തും വാറാണ് നടക്കുന്നത്, ഫിനാൻഷ്യലി ഒന്നും ഒരു സ്ഥിരത ഇല്ല. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ എബ്രോഡ് ആയിരിക്കും, എസ്പെഷ്യലി ഗൾഫ് ഏരിയസിലാണ് വെച്ചാൽ അവിടെ നമ്മൾക്ക് അറിയില്ല ഇപ്പം നാളെ ജോലി ഉണ്ടാവോ ഇല്ലേന്ന്, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പോൾ ആ ഫിയറൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ കുറെ. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സിംഗിൾ ഫ്രീലാൻസർ ടൈപ്പ് ഓഫ് ജോബ് ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇത് ബിസിനസ് ചെയ്യണ ആൾക്കാരാവാം, ജോലി ചെയ്യണ ആൾക്കാരും ഞാൻ കാണുന്നുണ്ട് ഇവിടെ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു വലിയ തീരുമാനം എടുക്കാന്നാണ് നോക്കണത്. ഓക്കെ, എന്തോ ഒരു പ്രതീക്ഷ ഉണ്ടായി, നിങ്ങൾ എന്തോ വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങളുടെ ചിലവർക്ക് ജോലിയിൽ കുറെ സമയമായിട്ട് ബോണസ് ഇല്ല ഒരു പ്രൊമോഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷെ ഒന്നും ഒരു പ്രോഗ്രസ് കാണാത്തതുകൊണ്ട് നിങ്ങളിപ്പോ അത്ര ഒരു ഹാപ്പി ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് എന്താ വരാൻ പോണ ഈ വലിയ മാറ്റം എന്താണ്. അപ്പൊ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഞാൻ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ബിസിനസ്സിലേക്കാണ് പോണെച്ചാൽ ഇവിടെ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് കാണുന്നുണ്ട്. വേറെ ഒരു പേഴ്സൻ്റെ കൂടെ കൊലാബറേറ്റ് ചെയ്യണ എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഞാൻ ഇവിടെ കുറെ ഫെയിം, പോപ്പുലാരിറ്റി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എസ്പെഷ്യലി അങ്ങനത്തെ ഒരു ലൈനിലാണ് വെച്ചാൽ ഇല്ല ഇത് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കുറെ സമയമായിട്ട് റിവാർഡ് ഇല്ല, ബോണസ് ഇല്ല, അങ്ങനെ എന്തെങ്കിലും ആണെച്ചാൽ ഒരു വലിയ ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, കുറെ റെക്കഗ്നിഷൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏതോ ഒരു പ്രോജക്റ്റിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അതിൽ കുറെ സക്സസ് വരാൻ പോകുന്നുണ്ട്. ഈ സക്സസ് നിങ്ങൾക്ക് കുറെ പോപ്പുലാരിറ്റി കൊണ്ടുവരും. എന്ന് വെച്ചാൽ അത്
കുറെ വേറെ പുതിയ ക്ലയൻസ് ഇല്ല വെച്ചാൽ പുതിയ ജോലി ഓഫർ എന്താ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ കുറെ ഒരു നല്ല പോസിറ്റീവ് ഔട്ട്കം ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൺലൈനാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ കുറേ ഫെയിമും പോപ്പുലാരിറ്റി ഓൺലൈൻ വഴിയിൽ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഫെയിമും പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ടാവുക. ഇത് ഉണ്ടാവണത് ഇപ്പോൾ കൂടുതൽ സമയം എടുക്കില്ല. മേ ബി കുറച്ചൊരു യുനോ ഒരു 2-3 ആഴ്ച ഇല്ലച്ച ഒരു 2 മാസത്തിൻ്റെ എനർജി നമ്മൾക്ക് എടുക്കാം മാക്സിമം. ആ ടൈം ഫ്രെയിമാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഡെഫിനറ്റ്ലി എന്തോ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ബ്ലോക്ക് ഫേസ് ചെയ്യായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ ഒരു ഗ്രോത്തും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു സെലിബ്രേഷൻ്റെ മൂമെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ. എന്താ വെച്ചാൽ ഇപ്പോൾ ആ ബ്ലോക്ക് മാറണു ആൻഡ് നിങ്ങൾ എന്തോ സെലിബ്രേറ്റ് ചെയ്യണോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഓഫർ വരാൻ പോണത്? അപ്പം നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് നിങ്ങളുടെ ബോസ് കൊണ്ടുവരണ ഓഫറാണ്. ഓക്കെ, നിങ്ങളുടെ ബോസിൻ്റെ വഴി ഇല്ലച്ചൊരു മെൻറ്റോർ നിങ്ങൾക്ക് ഇത് ഓഫർ ചെയ്യാൻ പോവാണ്. ഇത് ആരോ ഒരു പവർഫുൾ പേഴ്സൺ ആണ്. ഈ പേഴ്സൺ ഈ ഓഫർ കൊണ്ടുവരണത് ഒരു നല്ല പവർഫുൾ പൊസിഷനിലാണ്. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സണെ കുറേ റെസ്പെക്റ്റ് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. കുറേ ഒരു എക്സ്പീരിയൻസ്ഡ് ഉള്ള പേഴ്സൺ ആണ്. ഒരു CEO ഇല്ല വെച്ചാൽ അങ്ങനത്തെ ഒരു ലെവൽ. ഓക്കെ, നല്ല ഒരു എന്താ പറയുക, ഒരു പവറുള്ള പൊസിഷനിലാണ് ഈ പേഴ്സൺ. അപ്പോൾ ഇവരാണ് നിങ്ങൾക്ക് ഇത് ഓഫർ ചെയ്യുന്നുണ്ടാവുക. ഞാൻ കാണുന്നത് ഇത് വരണതും കുറച്ചൊരു സ്ട്രഗിൾ ഉണ്ടാവും. ഓക്കെ, അത്രയും ഈസിലി അല്ല വരുന്നുണ്ടാവുക. ഇത് വന്നു കഴിഞ്ഞിട്ടും ഈ ഓഫർ വന്നു കഴിഞ്ഞിട്ടും ചില ബ്ലോക്സ് ഉണ്ടാവും, ചില സ്ട്രഗിൾസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ സക്സസ്ഫുള്ളി ആയി ഇത് ഓവർകം ഈ ബ്ലോക്സിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ഞാൻ കാണുന്നത് കുറേ മുമ്പോട്ടേക്ക് പോവാണ് നിങ്ങളുടെ ലൈഫിൽ. കുറേ തീരുമാനങ്ങളുണ്ട് എടുക്കാൻ, പക്ഷേ നിങ്ങൾ സക്സസിൻ്റെ വഴിക്കാണ് പോണേ. പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എല്ലാം ഉടനെ പറഞ്ഞാൽ അത് തുടങ്ങും, ആ പ്രോസസ്സ് തുടങ്ങും. പക്ഷേ സക്സസ് കിട്ടണത് ഓവർനൈറ്റ് അല്ല. അതൊന്നും കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം, എഫേർട്ട് ഇടണം. പക്ഷെ എല്ലാം ഒരു നല്ല ബാലൻസ്ഡ് വേയിലാണ് ഞാൻ കാണുന്നത്. ഫൈനലി ഞാൻ കാണുന്നത് ഒരു നല്ല ബാലൻസ് വരണോ നിങ്ങളുടെ കരിയറും ഫിനാൻഷ്യൽ ലൈഫിൽ. ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരിക്കും നിങ്ങളുടെ ഈ പുതിയ ചേഞ്ച് വരുമ്പോൾ? എന്താണ് ഏറ്റവും വലിയ ചാലഞ്ച്? നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് സാബോട്ടാജ് എനർജിയാണ്. അപ്പോൾ ഇത് വേറെ ആൾക്കാർ നിങ്ങളെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുമായിരിക്കും. അതല്ല വെച്ചാൽ നിങ്ങളുടെ തന്നെ സെൽഫ് സാബോട്ടാജിങ് എനർജി ആവാം. നിങ്ങളുടെ ഉള്ളിലത്തെ പേടി, ഫിയർ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഒരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസിൻ്റെ കാരണം ചിലപ്പോൾ വരണത് നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്യും. അതല്ല വെച്ചാൽ വരണ പ്രോജക്ട്സോ ഓപ്പർച്യൂണിറ്റി നല്ലൊരു പുതിയ ചേഞ്ച് വരുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കാൻ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഞാൻ കാണുന്നത് ഇതൊരു വലിയ മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണ ഒരു വലിയ ചേഞ്ച്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് പുറമേ പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ആ ചേഞ്ച് എനിക്ക് ശരിയാവോ, അത് ഒരു പേടി. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അതിന് അക്സെപ്റ്റ് ചെയ്യാണ്ട് തന്നെ ബാക്ക് ഓഫ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ കാണുന്നത് ഇതൊരു സ്റ്റാഗ്നന്റ് ഫേസിന് പുറത്തു വരണ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് അഡ്വൈസ് തരണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇന്നർ ഫിയറിനെ കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്താ വെച്ചാൽ ഇത് നിങ്ങൾ എത്ര ഒരു ബോൾഡായി ഡിസിഷൻ എടുക്കണോ അത്രയും നിങ്ങൾക്ക് പോസിറ്റീവായി നല്ല ഔട്ട്കം കിട്ടും. ഓക്കെ, നിങ്ങളുടെ ഔട്ട്കം ഞാൻ കാണുന്നത് കുറേ ഓഫേഴ്സ് ഉണ്ട്, കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, മനസ്സിൽ കുറേ തോട്ട്സ് ഉണ്ട്. ഓക്കെ, ഇത് ചെയ്യണോ വേണ്ടേ, ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഞാൻ പറഞ്ഞ മാതിരി ഓഫർ വരുമ്പോൾ അതിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യണത്, നിങ്ങൾ വേറെ എവിടെയോ ആണ് നോക്കണത്. അതുകൊണ്ട് ഈ ഓഫർ ചിലപ്പോൾ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ മിസ്ഡ് കോൾ ചെക്ക് ചെയ്യുക. ഒരു കോളൊന്നും മിസ് ചെയ്യാണ്ട് നോക്കുക. അടുത്ത് 2-3 ആഴ്ച വരെ മിസ് കോൾസ് ഒന്നും ആവാണ്ട് നോക്കുക. നിങ്ങളുടെ മെയിൽസ് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ മെയിലിൽ എന്തോ ഒരു ജങ്ക് മെയിലിൽ പോണു. അപ്പം എവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കാത്ത വെച്ചാൽ അവിടെ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ മിസ്സാവണ എനർജി കാണാണ്ട്.
ചിലവർക്ക് ഇത് വന്നിട്ടും നിങ്ങൾ അത് അത്ര കാര്യമാക്കില്ല, അങ്ങനത്തെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ വരണതെല്ലാം കൺസിഡർ ചെയ്യുക. റിജക്റ്റ് ചെയ്യണ മുമ്പേ ഇല്ലച്ച നോ എന്ന് പറയണ മുമ്പേ, നോ ഓർ യെസ് പറയണ മുമ്പേ അത് നല്ല പോലെ ഒരു കൺസിഡർ ചെയ്തിട്ട് വേണം തീരുമാനം എടുക്കുക. ഞാൻ കാണുന്നത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ഡയറക്ഷനിലേക്കാണ് പോണത്. അപ്പോൾ നിങ്ങളുടെ ഈ ചേഞ്ച് വരണത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഡ്രീം ചെയ്ത ചേഞ്ച് തന്നെയാണ്. പക്ഷെ അത് ഡയറക്റ്റ്ലി അങ്ങനെയല്ല പോണേ. കുറച്ച് സമയം എടുക്കും അത് നിങ്ങൾക്ക് റിയലൈസ് ആവാൻ. പക്ഷെ അതിൻ്റെ തുടക്കം ഞാൻ കാണുന്നത് അടുത്ത 2-3 ആഴ്ചയിലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഓഫേഴ്സൊക്കെ വരണത് റിജക്റ്റ് ചെയ്യരുത്. ഓപ്പണായി വെക്കുക നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക. ഇത് എങ്ങനെയാണ് വരണമെന്ന് നമ്മൾക്ക് അറിയില്ല. ഞാൻ ഏകദേശം ചില ഹിൻസൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ എന്തായാലും ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കരിയർ ഫിനാൻഷ്യൽ റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കമൻറ്റിൽ ഐ റിസീവ്ന്ന് എഴുതുക, ഇല്ലച്ചാ ഐ ക്ലെയിം എന്ന് എഴുതുക. ഈ മെസ്സേജിനെ ക്ലെയിം ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.